മിസ് പ്രസൻസ് മാജിക് അവനിലേക്ക് സ്വാഗതം. ഇപ്പോൾ നോമ്പ് കാലമാണ്. അപ്പോൾ നമ്മളുടെ നോമ്പെടുക്കുന്ന സഹോദരി സഹോദരന്മാരുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളും ഒക്കെ നമ്മുടെ എല്ലാവർക്കും വേണ്ടിയാണല്ലോ. അപ്പോൾ ഈ ഒരു നോമ്പ് കാലത്തെ അവരെ സ്മരിച്ചുകൊണ്ട് തന്നെയാണ് ഓരോ പ്രാവശ്യം നമ്മൾ ഓരോ വിഭവം ഉണ്ടാക്കുമ്പോഴും അവരെയും ഞാൻ മനസ്സിൽ കാണുന്നുണ്ട്. അതായത് നോമ്പ് കാലം എന്ന് പറയുമ്പോൾ ജലപാനമില്ലാതെയാണ് രാവിലെ മുതൽ നോമ്പ് തുറക്കുന്ന സമയം വരെ ഉള്ള ആ ഒരു വ്രതാനുഷ്ഠാനം. അത്ര ഹൃദയശുദ്ധിയോടുകൂടിയും ശരീരവും മനസ്സുമൊക്കെ ശുദ്ധമാക്കിയിട്ടാണല്ലോ നോമ്പെടുക്കുന്നത്. പ്രാർത്ഥനയോടുകൂടിയാണ് പിന്നെ നോമ്പ് മുറിക്കുന്നതും. ആദ്യം ഈന്തപ്പഴത്തിൽ നിന്ന് തുടങ്ങുന്നവരുണ്ട്, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ്, കട്ട് ഫ്രൂട്ട്സ്, അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ തരിക്കഞ്ഞി, അല്ലെങ്കിൽ പലതരം മസാലക്കഞ്ഞി, അങ്ങനെയൊക്കെ പല നോമ്പ് കഞ്ഞിയുണ്ട്. അതൊക്കെ കഴിച്ചിട്ട് പിന്നെ അത് ചെറുകടികൾ, സ്നാക്സ്, പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ഇലാബറേറ്റ് ആയിട്ടുള്ള ഡിന്നർ. ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു പുണ്യമാസമാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന വിഭവങ്ങളാണെങ്കിലും അവർക്കും കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന 2 കാര്യങ്ങളും ഈ ഇഫ്താറിന് അല്ലെങ്കിൽ ഈ ഒരു നോമ്പ് സമയത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ കാര്യങ്ങളാണ്. അതായത് ഇതൊരു സ്വീറ്റ്, ഒരെണ്ണം ഒരു സ്വീറ്റ്, രണ്ടാമത്തേത് ഒരു പാനീയവുമാണ്. അപ്പോൾ സ്വീറ്റ് എന്ന് പറയുമ്പോൾ ഇത് റവ കൊണ്ടുള്ളൊരു സ്വീറ്റാണ്. ഇപ്പോൾ കഞ്ഞി പലതരം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ നോമ്പ് കഞ്ഞി എന്ന് പറയുമ്പോൾ അത് റവ കൊണ്ടുള്ള തരിക്കഞ്ഞിയുണ്ട്. അപ്പോൾ ഈ ഒരു മധുര വിഭവം എന്ന് പറഞ്ഞാൽ അതിലുപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, പക്ഷേ അതിൻ്റെ ഫോം ഡിഫറെൻ്റാണ്. മറ്റേത് കുറച്ച് ലൂസായിട്ട് കഞ്ഞി പോലെ, ഇത് കുറച്ച് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളത് കുറച്ച് ഒരു പുഡിങ് പോലെയൊക്കെ ചെയ്യുന്നതെന്ന് പറയാൻ വേണമെങ്കിൽ അതൊരു സ്വീറ്റ് ഡിസേർട്ട്. ഇതൊരു കേസരിയാണ്. പക്ഷേ കേസരി എന്ന് പറഞ്ഞാൽ ഇതൊരു പാൽ കേസരിയാണ്. ഞാൻ പലതരം കേസരി നമ്മുടെ മാജിക് അവനിൽ തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തം. ഇതൊരു പാൽ കേസരി. അപ്പോൾ ഈ നമ്മൾ തരിക്കഞ്ഞിയിലൊക്കെ ചേർക്കുന്ന പോലെ ഇതിനകത്ത് റവ ഉണ്ടാകും, പിന്നെ പാലുണ്ടാകും, പഞ്ചസാരയുടെ അളവ് അത് മാത്രം നിങ്ങളൊന്ന് ക്രമീകരിച്ചാൽ മതി. അധികം മധുരം വേണ്ടെങ്കിൽ അതനുസരിച്ച് കുറയ്ക്കുക. ഞാനൊരു അളവിന് കറക്റ്റായിട്ട് ചെയ്യുന്നു, പക്ഷേ അതിനെക്കാട്ടിൽ എത്രയോ കുറച്ച് വേണമെങ്കിലും ചെയ്യാം. പിന്നെ കുറച്ച് ക്രീമൊക്കെ ചേർത്തിട്ട് നമുക്ക് നെയ്യും എല്ലാം ആയിട്ട് ഉണ്ടാക്കാം. രണ്ടാമത്തത് ഒരു പാനീയം. അപ്പോൾ ആദ്യത്തെ കാര്യം കണ്ടാലോ, അതായത് പാൽ കേസരി. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പാൽ കേസരി ചേരുവകൾ: ബോംബെ റവ 1/2 കപ്പ്, പാല് 3 കപ്പ്, പഞ്ചസാര 1 കപ്പ്, ഏലക്ക പൊടിച്ചത് 1/2 ടീസ്പൂൺ, നെയ്യ് 4 ടേബിൾ സ്പൂൺ, ഫ്രഷ് ക്രീം 1/2 കപ്പ്, അണ്ടിപ്പരിപ്പ് 50 ഗ്രാം. അപ്പോൾ അടുപ്പ് കത്തിച്ചു, നമ്മുടെ ചൂട് കട്ടിയുള്ള പാത്രവും വെച്ചു. ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് നെയ്യ്, ഞാനിപ്പോൾ മിൽക്കി മിസ്റ്റിൻ്റെ കൗകിയാണ് ഉപയോഗിക്കുന്നത്. കുറച്ച് നെയ്യ് ഒഴിക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ്. ആദ്യം ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും ആകാം. ആദ്യം അണ്ടിപ്പരിപ്പ് വറുത്ത് മാറ്റാം. അണ്ടിപ്പരിപ്പ് വറുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അടുത്തത് ബാക്കിയുള്ള നെയ്യിൽ കുറച്ച് റവ ഒന്ന് വറുക്കണം. ഇത് ബോംബെ റവ, നല്ല ചെറിയ മണൽ പോലെയുള്ള റവയില്ലേ, അതാണ്. ഇതൊരു 1/2 കപ്പേ ഉള്ളൂ. 1/2 കപ്പാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ആദ്യം അണ്ടിപ്പരിപ്പ് വറുത്ത് മാറ്റാം. എന്നിട്ട് നമുക്ക് റവ ഇതിനകത്തേക്ക് ഇട്ടിട്ട് വറുത്തെടുക്കാം. ഇതെല്ലാം പെട്ടെന്ന് ആകുന്ന കാര്യമാണ്. ഫാസ്റ്റ് കുക്കിംഗ് ആയിട്ട് നമുക്ക് വിചാരിക്കാം. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ സ്വീറ്റ്സും കാര്യങ്ങളും ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളിലേക്ക് പോകുന്നതും നല്ലതാണ്. കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതേ നോക്കിയേ, ഒരു ഗോൾഡൻ ബ്രൗൺ ആയി വരുന്നു. പെട്ടെന്ന് തന്നെ ആകും. ഇതിപ്പോൾ നെയ്യിൽ നിന്നും മാറ്റും. ഇരുന്നൊരു മൂക്കിലുണ്ട് കേട്ടോ, അത് കാരണം ഈ ഒരു സ്റ്റേജിൽ തന്നെ എടുത്തു തുടങ്ങും. ഇതേ നോക്കിക്കോളൂ. ഇനി ഇതിലേക്ക് തീ ഒരല്പം കുറയ്ക്കുന്നു. നെയ്യ് നല്ല ചൂടാണ്. 1/2 കപ്പ് അളന്ന് വെച്ചതാണ്. 1/2 കപ്പ് റവ ഇട്ടിട്ട് വറുക്കും. ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം. ഇതെല്ലാം പെട്ടെന്ന് തന്നെ നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിട്ട് തുടങ്ങിയാൽ മതി. പാത്രം നല്ല ചൂടാണ്, അത് കാരണം പെട്ടെന്നാകും. ഇനി അടുത്തത് പാലാണ് വേണ്ടത്. അത് മിൽക്കി മിസ്റ്റിൻ്റെ തന്നെ, ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ തന്നെയാണ് ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ മിൽക്കി മിസ്റ്റിൻ്റെ പാൽ, മിൽക്ക്, ടോൺഡ് മിൽക്ക് ഉപയോഗിക്കുന്നു. ഇത് ആയിക്കഴിഞ്ഞു. ഇത് നല്ല ചൂടായിരുന്നല്ലോ, പെട്ടെന്ന് തന്നെ പാകത്തിന് മൂത്തിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് ഒരു 3 കപ്പ് പാലാണ് ഒഴിക്കാൻ പോകുന്നത്. തീ നല്ലോണം ഞാൻ കുറച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കപ്പ്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് വേകുമ്പോൾ കുറച്ചുകൂടി ടൈറ്റ് ആകുമല്ലോ, പെട്ടെന്ന് കൂടുതലായിട്ട് വരും. 3ാമത്തെ കപ്പും ഒഴിച്ചു. ഓക്കെ, അങ്ങനെ 3 കപ്പ് പാൽ. ഇനി തീ വേണമെങ്കിലൊന്ന് കൂട്ടി കൊടുക്കാം. ഇപ്പോൾ ദേ നല്ല തിള വന്നു. നോക്കിയേ, റവയൊക്കെ ഇങ്ങനെ വെന്ത് കുറച്ചുകൂടി ക്വാണ്ടിറ്റി കൂടി വരുന്നു. ആദ്യം കുറച്ചല്ലേ ഉള്ളൂ, 1/2 കപ്പ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണല്ലോ. ഇത് നമുക്കിങ്ങനെ സ്കൂപ്പ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഉണ്ടാക്കേണ്ടത്. ഇരിക്കുന്തോറും ഇത് കുറച്ചുകൂടി ടൈറ്റായി വരുള്ളൂ തണുക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇച്ചിരി ലൂസായിട്ട് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ റവ വെന്തു എന്ന് നമുക്ക് ബോധ്യമായി കഴിഞ്ഞാൽ പിന്നെ പഞ്ചസാര ചേർക്കണം. ഇതിപ്പോൾ ഏതാണ്ട് പാലിൽ കടന്നിട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിപ്പോൾ തരിക്കഞ്ഞിയുടെ കട്ടിയുള്ള ഫോമായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം. അപ്പോൾ ഇതിൻ്റെ അളവാണ് ഞാൻ പറഞ്ഞത്. ഇതിപ്പോൾ ഞാൻ 1 കപ്പ് ചേർക്കുന്നു. നിങ്ങൾക്ക് അത് 1/2 കപ്പായാലും കുഴപ്പമില്ല. അത്രയും മധുരം പോലും വേണ്ടാന്നുണ്ടെങ്കിൽ 1/4 കപ്പായാലും മതി, എങ്ങനെ വേണമെങ്കിലും. പഞ്ചസാരയും കൂടി ചേർക്കും. ഇത്രയും പഞ്ചസാര ചിലപ്പോൾ ചിലർക്ക് അത്രയും വേണ്ടാന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ 1/2 കപ്പ് ഓർ 3/4 കപ്പ് എന്തായാലും കുഴപ്പമില്ല. ഇനി വീണ്ടും തീ കൂട്ടി കൊടുക്കൂ. ഇനി കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. ഇനി കുറച്ച് ഏലക്ക പൊടി ചേർക്കും. ഇച്ചിരി ഏലക്കയുടെ പൊടി ഇപ്പോഴേ ചേർക്കാം, മണമൊക്കെ വരട്ടെ. ഒരു 1/2 ടീസ്പൂൺ ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ ആകും. പഞ്ചസാരയൊക്കെ അലിയുമ്പോൾ വീണ്ടും ഒന്നുകൂടി ഒന്ന് ലൂസാകും. അത് കഴിഞ്ഞിട്ട് അത് ടൈറ്റാകും. ടൈറ്റ് മീൻസ് ഒന്ന് കുറുകി വരും നന്നായിട്ട്. ഇപ്പോൾ വീണ്ടും കുറച്ചുകൂടി കുറുകി വരും. നോക്കിയൊക്കെ, ഇപ്പോൾ ഇങ്ങനെ കുറച്ച് സെമി ലൂസായിട്ടിരിക്കുന്നെങ്കിലും തണുക്കുമ്പോൾ ഇത് കുറച്ചുകൂടി തിക്കറാകും. ഇനി ഇതിലേക്ക് വറുത്ത അണ്ടിപ്പരിപ്പ് ചേർക്കാം. ഏലക്ക ഓൾറെഡി ചേർത്ത് കഴിഞ്ഞു. ഇനി വീണ്ടും കുറച്ച് നെയ്യ് ആകാം. 2 ടേബിൾ സ്പൂണേ ചേർത്തിട്ടുള്ളൂ. ഇനി വീണ്ടും 2 or 3 ടേബിൾ സ്പൂൺ നെയ്യ്. ഇതങ്ങനെ ടൈറ്റായിട്ട് ആക്കുന്നില്ലല്ലോ, ഇങ്ങനെയല്ലേ ആക്കുന്നത്. ഒരു ഹൽവ മാതിരി. അപ്പോൾ ആ നെയ്യും കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ടോ, ഫ്ലോട്ട് ചെയ്യുന്നു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തീ ഓഫ് ചെയ്യാം. ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഇത് കുറച്ചുകൂടി തിക്കാവും. നോക്കിക്കോളൂ. ഇനി ഞാൻ ഇതിലേക്ക് ഒരു കാര്യം കൂടി ചേർക്കും, കുറച്ചുകൂടി റിച്ച് ആകാനായിട്ട്. എന്തായാലും ഇത് പാൽ കേസരിയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ പാലിൻ്റെ ക്രീമും കൂടി ചേർക്കാം. മിൽക്കി മിസ്റ്റിൻ്റെ ഫ്രഷ് ക്രീം. കുറച്ചുകൂടി റിച്ചായിട്ട് മാറും. ഇപ്പോൾ 250 ml ഒരു പാക്കറ്റിൻ്റെ പകുതിയാണ് ഞാനിതിൽ ചേർക്കാൻ പോകുന്നത്. കാണുന്നുണ്ടല്ലോ, നല്ല ക്രീമി ആയിട്ട് വരുന്നത്. അങ്ങനെ മിൽക്ക് കേസരി കുറച്ചുകൂടി റിച്ച് ആൻഡ് മിൽക്കി ആയിട്ട് മാറും. ഇത്രയും കൂടി ഒഴിക്കുമ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നത്. അത് 125 ml ഞാൻ ചേർത്തു എന്ന് പറയും. ഓക്കെ, ഈ ഒരു കുപ്പിയുടെ ഈ ഒരു ടെട്രാ പാക്കിൻ്റെ പകുതി. നൈസ് ക്രീമി പാൽ കേസരി ഈസ് റെഡി. ഇനി ഒരു 5 മിനിറ്റ് കഴിയട്ടെ, തീ ഓഫ് ചെയ്തിട്ട്. അപ്പോൾ അത് കുറച്ചുകൂടി ഒന്ന് ക്രീമി ആൻഡ് ടൈറ്ററായിട്ട് വരും. ഒരുപാട് ടൈറ്റല്ല, എന്നാലും നമുക്കൊരു പുഡിങ്ങായിട്ട് അല്ലെങ്കിൽ ഒരു സ്വീറ്റായിട്ട് കഴിക്കാൻ പറ്റുന്ന രീതി.
യെസ്, കാണുമ്പോൾ തന്നെ തോന്നില്ല എന്താ സ്വാദ്, ഗംഭീരമാണ്, വെരി ടേസ്റ്റി. അപ്പോൾ തീ ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റായി. നോക്കിക്കോളൂ, നമ്മുടെ ക്രീമി. ഇനി ഇരിക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് തിക്കാവും. പാൽ കേസരി ഒരു അടിപൊളി സ്വീറ്റായിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു സാധാരണ കേസരി പോലെയല്ല, ഇത് സംതിങ് ഡിഫറെൻറ്റ്. ആ പേരിട്ടേ ഉള്ളൂ. ഇത് വേണമെങ്കിൽ റവ മിൽക്ക് ഡിലൈറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ റവ ക്രീമി പുഡിംഗ് എന്ന് പറയാം. ഏത് പേര് വേണമെങ്കിലും വിളിക്കാം. ആ ക്രീമി ടെക്സ്ചർ കാണുന്നുണ്ടല്ലോ. യെസ്, ഫുൾ പാലും ക്രീമുമാണ്. റവ കസ്റ്റേർഡ് എന്ന് വിളിക്കാം. എന്തൊക്കെ ഓപ്ഷൻ, ഞാൻ ഇങ്ങനെ പല പേരുകൾ ഇങ്ങനെ ആലോചിക്കുകയാണ്. ഇത് ജസ്റ്റ് 1/2 കപ്പ് റവയും 3 കപ്പ് പാലും മാത്രമേ ഉള്ളൂ. ഇത്രയും ക്വാണ്ടിറ്റി കിട്ടിയിട്ടുണ്ട്. ഇരിക്കും തോറും തിക്കായിക്കൊണ്ടേയിരിക്കും, കുറച്ചുകൂടി തിക്കാവും. അങ്ങനെ നമ്മുടെ റവ സ്വീറ്റ് ഈസ് റെഡി. അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് എക്സ്ട്രാ ഫ്രഷ് ക്രീം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണു. അത് എക്സ്ട്രാ ആണ്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു നല്ലൊരു കവറിങ് ആയി. ക്രീമി മിൽക്ക്. ഇതൊരു റവ കേസരി പോലെ തോന്നുന്നില്ലല്ലോ അല്ലേ? പാൽ കേസരി എന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും ശരിക്കും ഒരു നല്ലൊരു റിച്ച് ആയിട്ടുള്ളൊരു റവ മിൽക്ക് സ്വീറ്റാണ്. ഒരു ഡിസേർട്ട് ഐറ്റമായിട്ട് നിങ്ങൾക്ക് നോമ്പ് തുറ സമയത്ത് വിളമ്പാം. അപ്പോൾ കുറേ കാര്യങ്ങൾ വെച്ചിരിക്കുന്ന കൂട്ടത്തിൽ ഇതൊരു സ്വീറ്റായിട്ട് വെച്ചോളൂ. ഇതിൻ്റെ മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പിസ്താഷ്യോസ്, ആൽമണ്ട്സ് എല്ലാം ഒന്ന് ചെറുതായിട്ട് കുഞ്ഞായിട്ട് നുറുക്കി അതിൻ്റെ മുകളിലായിട്ട് ഇട്ടാലും നല്ലതായിരിക്കും. അങ്ങനെ നമ്മുടെ സ്വീറ്റ് റവ മിൽക്ക് സ്വീറ്റ് ഈസ് റെഡി. ഇതാ നോക്കി, എൻ്റെ ഭംഗി നോക്കി, എന്ത് ബ്യൂട്ടിഫുൾ ആയിരിക്കും. ആ മുകളിൽ ആ ക്രീമും കൂടി വന്നപ്പോൾ അതിമനോഹരമായ ഒരു വൈറ്റ് കളറിലൊരു റോസാപ്പൂ പോലെ തോന്നുന്നു എനിക്ക്. എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരീക്ഷിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇഷ്ടം. ഓക്കെ, ഇനി അടുത്തത് ഇന്നത്തെ എപ്പിസോഡിലെ നമ്മുടെ 2ാമത്തെ വിഭവം, സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ സെക്കൻഡ് റെസിപ്പി ഞാൻ പറഞ്ഞല്ലോ ഒരു പാനീയമാണ്, ഒരു സർബത്ത് പോലെ എന്ന് പറയാം. ഓക്കെ, കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് നമ്മൾ ഈ ഒരു സമയത്ത് നോമ്പ് തുറ സമയത്ത് ഉപയോഗിക്കാം. അത് ഈ ഒരു സമ്മർ കാലമാണ്. ഇത് വളരെ നല്ലതായിരിക്കും, റിഫ്രഷിംഗ് ആണ്, നല്ല ബോഡിക്ക് നല്ല ധാരാളം വാട്ടർ കണ്ടൻറ്റ് കൊടുക്കുന്ന കാര്യമാണ്. ക്ഷീണമെല്ലാം അകറ്റും. വെള്ളരിക്കയും പച്ചമാങ്ങയെല്ലാം ചേർത്തിട്ടാണ് ഞാനിത് തയ്യാറാക്കുന്നത്. ഇതിൽ മധുരമല്ല, വേണമെങ്കിൽ കുറച്ച് മധുരവും അങ്ങനെ മിക്സ് ചെയ്ത് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ പേര് മാംഗോ കുക്കുംബർ സർബത്ത്. അധികം പുളിയില്ലാത്ത മാങ്ങ തൊലി കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുത്തത് 1/2 കപ്പ്. സലാഡ് വെള്ളരിക്ക അഥവാ കക്കിരി അതിൻ്റെ സ്കിന്നൊന്നും മാറ്റാണ്ട് ഗ്രേറ്റ് ചെയ്തെടുത്തത് 1 കപ്പ്. ബേസിൽ സീഡ്സ് അഥവാ കറുത്ത കസ്കസ് 2 ടേബിൾ സ്പൂൺ 1 കപ്പ് വെള്ളത്തിൽ കുതിർത്തത്. പഞ്ചസാര 2 ടീസ്പൂൺ. ഉപ്പ് ആവശ്യത്തിന്. പച്ചമുളക് 1 വലുത് ചതച്ചത്. പുതിന ഇല 2 തണ്ടിൽ നിന്നും എടുത്തത്. ഐസ് ക്യൂബ്സ് ആവശ്യാനുസരണം. ഐസ് വാട്ടർ 6 കപ്പ്. അപ്പോൾ നമ്മുടെ കുക്കുംബർ ആൻഡ് മാംഗോ സർബത്ത് ഇതിൻ്റെ കാര്യങ്ങൾ ഓരോന്നായിട്ട് ഇടാം. അതായത് പച്ചമുളക് 1 എണ്ണം ചതച്ചത്, ഇച്ചിരി വലുതായിരുന്നു. പിന്നെ അതിനകത്തേക്ക് പുതിന ലീവ്സ്, അത് നമ്മുടെ ഇഷ്ടത്തിനാണ്, കുറച്ചാവാം, ഒരുപാട് വേണ്ട. ചെറുതായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് ഞെകിടി ഇടാം, മുറിച്ച്. പിന്നെ അതിനകത്തേക്ക് ഒരുപാടൊന്നും വേണ്ട, 1 ടീസ്പൂൺ പഞ്ചസാര, അത് അത്രയേ ഉള്ളൂ. ഇത് ഉപ്പാണ് കൂടുതലായിട്ടും വേണ്ടത്. ഇനി ഇതിനകത്തേക്ക് പച്ചമാങ്ങ തൊലി കളഞ്ഞ്, അധികം പുളിയില്ലാത്ത മാങ്ങയാണെങ്കിൽ നല്ലത്, ഗ്രേറ്റ് ചെയ്തത് 1/2 കപ്പ്. ഓക്കെ,
അധികം പുളിയില്ലാത്ത മാങ്ങ. അരക്കപ്പ് മുഴുവൻ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ അറിയില്ല, ഒരു 1/4 മുതൽ അരക്കപ്പിനകത്ത് ചേർക്കാം, അതായത് നമ്മുടെ പുളിക്കനുസരിച്ചിട്ട്. ഇതൊരു 5 ടേബിൾ സ്പൂൺ ഉണ്ടായിരുന്നു, സ്കിന്ന് മാറ്റിയിട്ടാണേ. പിന്നെ വരുന്നത് കക്കിരി വെള്ളരിക്ക എന്ന് പറഞ്ഞാൽ നല്ല ടെൻഡറായിട്ടുള്ള സലാഡ് കുക്കുമ്പറില്ലേ, നല്ല ഗ്രീൻ കളറിലിരിക്കുന്നത് കക്കിരി എന്നൊക്കെ പറയും. അതും ഗ്രേറ്റ് ചെയ്താണ്. അതിൻ്റെ സ്കിന്നൊന്നും മാറ്റിയില്ല, അത് ടെൻഡറായിട്ടുള്ളതാണ്. അതിൻ്റെ സ്കിന്നാണെങ്കിൽ അകത്തെ സീഡാണെങ്കിൽ അതെല്ലാം കൂടി ചേർത്തിട്ടാണ്. ഇത് 1 കപ്പോളം ഉണ്ട്, അതും ചേർത്തു. ഇനി വേണ്ടത് ഉപ്പാണ്. കുറച്ച് ഉപ്പ് ചേർക്കാം, വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമത് ചേർക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ആദ്യം. അപ്പോൾ പുതിനയുടെ ടേസ്റ്റും ഫ്ലേവറും പിന്നെന്താ പറയുക, പുതിന പ്ലസ് ആ പച്ചമുളകിൻ്റെ ഒരു ചെറിയ എരിവും കുറച്ച് പഞ്ചസാര ഉണ്ടല്ലോ, അത് 1-2 ടീസ്പൂൺ ആകാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഉപ്പും ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒരു മിക്സിങ്. ഇത് കഴിഞ്ഞാൽ ഇതാണ് ബേസിൽ സീഡ്സ് അഥവാ കറുത്ത കഷ്കശ. അത് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഞാൻ 1 കപ്പ് വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചതാണ്. അത് കുതിർന്ന് റെഡി ആയിരിക്കണം. അത് ആവശ്യാനുസരണം ചേർക്കാം, കുറച്ച് കൂടുതലിരുന്നാലും നല്ലതാണ്. ഇനി ഇതിലേക്ക് കുറേ ഐസ് ക്യൂബ്സൊക്കെ ഞാനൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. വാട്ടർ, ബാക്കിയും കൂടി ചേർക്കാം. ഇനിയും വെള്ളം ചേർക്കാം. അപ്പോൾ ഏകദേശം ഒരു 6 കപ്പിൽ കൂടുതൽ വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. 6 കപ്പ് വെള്ളം ഓൾറെഡി ഉണ്ട്, അതിൻ്റെ കൂടെ കുറേ ഐസ് ക്യൂബ്സും ഉണ്ട്. ഈ ഐസ് ക്യൂബ്സും കുറച്ചായിട്ട് അലിയുമല്ലോ. ലൈറ്റ് ഗ്രീൻ, ഒരു ബ്യൂട്ടിഫുൾ പ്ലസൻറ്റ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ദാഹമൊക്കെ ശമിക്കും. അങ്ങനെ ഒരു കൂളിംഗ് കളറാണ് ഈ കാണുന്നത്. അത്രയും മനോഹരമായ ഒരു കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വേറെ ഒന്നും ചെയ്യാനില്ല. ഉപ്പൊക്കെ നോക്കുക, മധുരം വേണമെങ്കിൽ കുറച്ചുകൂടി ആകാം, അതായത് മധുരവും ഉപ്പും കൂടി ചേർന്ന് വരുന്നൊരവസ്ഥ. ഇനി ഇത് ഗ്ലാസ്സുകളിലേക്ക് പകർന്ന് കുടിക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു ജാറാണ് എടുത്തിരിക്കുന്നത്. ഏത് ടൈപ്പ് ഗ്ലാസ്സിൽ വേണമെങ്കിലും ആകാം. ഓക്കെ, ഒഴിച്ചു കൊടുക്കാം. ഐസ് ക്യൂബ്സ് ഒന്നും കാണുന്നില്ല, അതെല്ലാം അലിഞ്ഞു തുടങ്ങി. ആ പുതിനയുടെ മണം, പച്ചമുളകിൻ്റെ ചെറിയൊരു എരിവ്, കപ്പിലേക്ക് വയ്ക്കാം. കണ്ടു നോക്കൂ, എന്താ മനോഹാരിത, ബ്യൂട്ടിഫുൾ അല്ലേ, സോ ക്യൂട്ട്. ആ ഒരു പച്ച, ഈ ഒരു ലൈറ്റ് ഗ്രീൻ കാണുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ദാഹമൊക്കെ ശമിക്കും. നല്ലൊരു കൂൾ ഫീലിംഗ് ആണ്, കൂൾ. അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു സൈസിലുള്ള കണ്ടെയ്നേഴ്സ് ഈ ഒരു ജഗ്ഗിലൊക്കെ എടുത്തതുകൊണ്ട് ഇതേപോലെ തന്നെ 2 കൂടി തികയും. ഇത് 6 കപ്പ് വെള്ളം ഉണ്ടായിരുന്നു, പ്ലസ് ധാരാളം ഐസ് ക്യൂബ്സ് ഇട്ടു. ഒരു 8 പേർക്ക് വരെ സാധാരണ ഗ്ലാസ്സുകളിലാണെങ്കിൽ ഒരു 8 ഗ്ലാസ്സിന് ഇത് തികയും. വേണമെങ്കിൽ 8 എന്നുള്ളത് 10 ആക്കിയാലും കുഴപ്പമൊന്നുമില്ല. അതനുസരിച്ചിട്ട് ഉപ്പും മറ്റു കാര്യങ്ങളൊക്കെ ചേർത്താൽ മതി. ഒരു കക്കിരിക്ക അല്ലെങ്കിൽ എന്താ പറയുക സലാഡ് വെള്ളരിക്ക പോലത്തെ ആ കാര്യം, നല്ല പിഞ്ച് വെള്ളരിക്ക, വലുത്. ഓക്കെ, അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു മാങ്ങയാണ് ഞാൻ എടുത്തത്. ഇങ്ങനെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യാം. ഇത് ഏറ്റവും ബെസ്റ്റാണ് ഈ ഒരു വേനൽക്കാലത്തിലേക്കും അതുപോലെ തന്നെ നോമ്പെടുക്കുന്നവർക്കും ബോഡി ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് എക്സലൻ്റ് ആയിരിക്കും. നല്ലൊരു ദാഹശമനിയാണ്, പിന്നെ ആരോഗ്യത്തിനും വളരെ നല്ലത്. നല്ല സ്വാദോടു കൂടി തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ സാധിക്കും. അപ്പോൾ ഉണ്ടാക്കാൻ മറക്കണ്ട, തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം.